പാലക്കാട് മാത്രം കാണുന്ന പ്രത്യേകത ഒരു പരിപാടി കേട്ടോ. ഇതുപോലെ നല്ല നാടൻ കുമ്പളങ്ങി ഇറച്ചി, അതുപോലെ നാടൻ കോഴിക്കറിയൊക്കെ വെച്ചിട്ട് നമ്മുടെ ഇടവ മാസത്തിൽ നമ്മുടെ ദൈവങ്ങൾക്കെല്ലാം പ്രസാദോട്ട് നടത്തും. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോയാലോ. എല്ലാവർക്കും നമ്മുടെ തേങ്കള ചാനലിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ചെറിയൊരു പൂജ നടക്കുകയാണ്, ഈ ഇടവ പൂജ. പാലക്കാട് ഭാഗങ്ങളിൽ മെയിൻ ആയിട്ടുള്ളൊരു പരിപാടി കേട്ടോ. ഈ ഇടവ മാസം തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ ഭാഗങ്ങളായിട്ട് ഇടവ പൂജകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇടവ പൂജയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി കോഴിയും കുമ്പളങ്ങിയും, അതുപോലെ നല്ല കോഴി വരട്ടിയതും, പിന്നെ നല്ല നാടൻ കോഴിയുടെ പെരട്ടും. ചില ഭാഗങ്ങളിലൊക്കെ ആട് വരെ വെട്ടാറുണ്ട്, ആട് ബലി കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ആടിറച്ചി ആട്ടുംകറിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ അവിടെ എന്തെങ്കിലും കോഴിക്കറിയേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോഴിക്കറി വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാട്ടോ ഇവരെല്ലാവരും. അപ്പോൾ എല്ലാവരും കൂടി നമ്മുടെ വീട്ടുമുറ്റത്ത് ഒത്തുകൂടിയിരിക്കുകയാണ്. ഈ ദൈവത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും എല്ലാവരും കൂടി ഒത്തുകൂടുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം എല്ലാവരും പല ഭാഗങ്ങളിൽ പല ജോലികളിലേക്കായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ എല്ലാവരും കൂടി വർഷത്തിലൊരു ദിവസമാണ് ഇവിടെ ഒത്തുകൂടാറ്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ചിക്കൻ കറിക്കുള്ള സാധനങ്ങൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാട്ടിയെടുക്കണം. ഒരു 10-20 ആൾക്കുള്ള ഫുഡാട്ടോ, 10-25 ആൾക്കുള്ള ഫുഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇവിടെ വലിയച്ഛന്മാരും വലിയമ്മമാരും ചെറിയച്ഛനും മേട്ടനും ചേച്ചിയും അങ്ങനെ കുടുംബത്തിലെല്ലാവരും ഉണ്ട്. ഇങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് കുക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം പലരും പല സ്റ്റൈലിൽ കുക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, പലർക്കും പല രീതികളായിരിക്കും. അപ്പോൾ എല്ലാം കൂടി നമ്മൾ കൂട്ടിക്കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ സംഭവം കുളവും. അതുകൊണ്ട് നമ്മുടെ കുട്ടുമ്മയുടെ വാക്ക് കിട്ടുകയാണ് ഇന്നത്തെ ചിക്കൻ കറിയുടെ വെപ്പ് കേട്ടോ. ഇപ്പുറത്ത് തക്കാളി അരിയുന്നുണ്ട്, തക്കാളി ചകപുകാന്ന് അരിഞ്ഞു കൂട്ടുന്നുണ്ട്. എല്ലാവരും കൂടിയിട്ട് വട്ടത്തിനിരുന്നിട്ട് ഒരു ടേബിൾ ഇട്ടിട്ട് ചുറ്റും വരുന്നതാണ് എല്ലാ പരിപാടികളും. ഇഞ്ചി വെളുത്തുള്ളി ഇടിക്കലും ചതക്കലും, തൊട്ടപ്പുറത്ത് ഉള്ളി ഇതവിടെ നമ്മുടെ വല്യമ്മ മല്ലിത്തഴയും കറിവേപ്പിലേക്ക് ആക്കുന്നുണ്ട്. ഇവിടെ ഉള്ളി ഇടിക്കുന്നുണ്ട്, ചെറിയ ഉള്ളിലേക്ക് ഇടിച്ച് ചതച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് ഒരാളുടെ അഭിപ്രായമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ നമ്മുടെ വല്യച്ഛൻ ഇളക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ടുണ്ട് മൂത്ത് വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഓരോന്നായിട്ട് ഇട്ട് തുടങ്ങണം. അങ്ങനെ നമ്മുടെ ഉള്ളി സവാള ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചുരുണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് പച്ചമുളക് ഇടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പച്ചമുളകും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഇളക്കണം. കാരണം ഈ പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറണം. അപ്പോഴേക്കും കുറച്ച് തക്കാളി അങ്ങോട്ട് തട്ടി കൊടുത്തു. അപ്പോൾ തക്കാളി നന്നായിട്ട് കിടന്ന് മൂത്ത് വരട്ടെ, മൂത്ത് അലിഞ്ഞു പോകണം. എങ്കിലാണ് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് വരുന്നത്. തക്കാളിയുടെ ഒക്കെ പച്ച ചായ വന്നു കഴിഞ്ഞാൽ കറി ഒന്നിനും കൊള്ളില്ല. അപ്പോൾ നന്നായിട്ട് തക്കാളി ചൂടാക്കി എടുക്കണം. ചൂടാക്കി നല്ല മുരിച്ച് അതിൻ്റെ ടേസ്റ്റൊക്കെ നല്ല പൊള്ളിയായിട്ട് വരണം. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ നന്നായിട്ട് ഇളക്കുന്നത് നമ്മുടെ വല്യച്ഛൻ തന്നെയാണ്. വല്യച്ഛൻ ഇളക്കാൻ പുലിയാണ്. അപ്പോൾ വല്യച്ഛൻ്റെ ഇളക്കലാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ആരൊക്കെ എന്തൊക്കെ ഇടുന്നുണ്ട്, പട്ട ഗ്രാമ്പു ഏലിക്ക അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാരി വലിച്ചിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ല അടിപൊളി മണമായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ മസാലയൊന്നും പൊടിച്ചിട്ടൊക്കെ ഇടുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചിട്ട് ഇടുന്നതാണ്. അല്ലാതെ പാക്കറ്റ് മസാലകളൊന്നും ഉപയോഗിക്കില്ല കേട്ടോ. ഇവിടെ എല്ലാവരും അതിനെതിരാണ്. അപ്പോൾ അവനവന് കൈ കിട്ടുന്ന മസാലയൊക്കെ വാരിക്കുരിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ആരൊക്കെ ഉപ്പിടുന്നുണ്ട്. ഉപ്പൊക്കെ നല്ല പാകത്തിനിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൈക്കണക്കാണ്, അല്ലാതെ ഇവിടെ ടീസ്പൂൺ കണക്കോ അല്ലെങ്കിൽ ഇത്ര കിലോന് ഇത്ര ഗ്രാം അങ്ങനത്തെ കണക്കൊന്നുമല്ല. കൈ കൊണ്ട് വാരി അങ്ങോട്ട് എറിയാണ്. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിരിക്കും. കാരണം ഇവരൊക്കെ ദിവസം വീട്ടിൽ വെച്ച് പഴകിയ ആൾക്കാരല്ല. അപ്പോൾ അവർക്ക് അറിയാതെ എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ. നമ്മളൊക്കെ ഇടുമ്പോഴാണ് ഒരു പേടി. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് കുഞ്ഞുള്ളി, അതായത് നമ്മുടെ ചെറിയ ഉള്ളി നല്ല ഇടിച്ച് ചതച്ചെടുത്തത്. നേരത്തെ നമ്മുടെ വലിയമ്മ ഇടിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഈ കുഞ്ഞുള്ളിയൊക്കെ നല്ല ഇടിച്ച് ചതച്ചിട്ട് അതും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി കിടന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ചുരുണ്ട് പെരട്ടി അങ്ങോട്ട് വരണം. എന്നിട്ട് വേണം നമ്മുടെ മസാലകളൊക്കെ ഇടാൻ. അപ്പോൾ നന്നായിട്ട് നമ്മുടെ വല്യച്ഛനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പരിപാടി ഉഷാറാണ്. അത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എത്തി. ഇഞ്ചി വെളുത്തുള്ളിയും നന്നായിട്ട് ഇടിച്ച് ചതച്ച് എടുത്തിട്ടുണ്ട് നേരത്തെ തന്നെ. അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൊടുക്കണം. ഇതെല്ലാം കൂടി ചുരുണ്ട് വരുമ്പോഴേക്കും അടിപൊളി മണം കേട്ടോ, നല്ല അടിപൊളി മണമാണ്. അപ്പം എല്ലാം കൂടി ഒരു പച്ചമുളന്ന് മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പൊടികൾ ഓരോന്നിട്ട് ഇടണം. നമ്മുടെ കുട്ടുവമ്മയാണ് നമ്മുടെ ചിക്കൻ കറിയുടെ മേലോട്ട് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ കുട്ടുവമ്മയുടെ തന്നെ ചോദിക്കാം, ഷെഫ് പറയൂ, മഞ്ഞപ്പൊടി ഇടാനായാ? ആയിട്ടില്ല. മൂത്ത മണം വരണം. അങ്ങനെ മൂത്ത മണം വന്നാലാണ് ബാക്കി മഞ്ഞപ്പൊടി പറ്റുള്ളൂ. ഓക്കെ. കാണികളുടെ ഇടയിൽ എന്താ പൊടിച്ചതാ? പൊടിച്ചത്
ആദ്യം നമ്മൾ കുറച്ച് പട്ട ഗ്രാമ്പ് ഏലക്ക കൂടിയൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് അതെല്ലാം കൂടി നന്നായി ഒന്ന് പൊടിച്ചെടുത്ത് നല്ല ഗരം മസാല പൊടിയാക്കിയിട്ട് വീണ്ടും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ നല്ല മണം വരുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ചൂടായി വന്നു, നല്ല ഉഷാറായിട്ട് അങ്ങോട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേക മണം കേട്ടോ ഇതൊക്കെ കൂടി വന്നപ്പോൾ. അതിനുശേഷം കുറച്ച് മഞ്ഞപ്പൊടിയും അതുപോലെ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം കൂടിയിട്ട് നല്ല പോലെ അങ്ങോട്ട് വരട്ടണം. അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് കുരുമുളക് ഇട്ടുണ്ട്. കുരുമുളക് നല്ല കനത്തിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ, കാരണം നല്ല ചൊടുപ്പ് വേണം കറിക്ക്, എങ്കിലാണ് സ്വമ ഉഷാറാവുള്ളൂ. കാരണം എല്ലാവരും എരിവ് നന്നായി കഴിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ പാലക്കാട്ടുകാർ. അപ്പോൾ പിന്നെ നല്ല അടിപൊളി ചൊടി വേണം. അപ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി ഇടണമെന്ന് എടുക്കാൻ പറ്റിയില്ല, ചെട്ടപ്പട്ടേന്നായിരുന്നു എല്ലാം. അപ്പോൾ എല്ലാം കൂടിയിട്ട് നന്നായി ചുരുട്ടി വരുന്നുണ്ട്. അടിപ്പിടിക്കാതെ ഇതുപോലെ ഇളക്കി കൊടുക്കണം, കാരണം ചട്ടിയുടെ അടി കനം കുറവാണെങ്കിൽ ഇതുപോലെ അടിപ്പിടിക്കും. അപ്പോൾ ഇത് ഇടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും ഇല്ലാതെ പോകും. അപ്പോൾ ചിക്കനൊക്കെ വാരിയിട്ട് കേട്ടോ, നമ്മൾ കുറച്ച് 10-15 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 15 കിലോ ചിക്കനാണ് ഇവിടെ വരട്ടുന്നത്. അതുപോലെ തന്നെ കുറച്ച് കറിക്കും, അതായത് കുമ്പളങ്ങി ഇറച്ചിക്ക് വേണ്ടി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ രണ്ടാളും കൂട്ടി ഇളക്കുന്നത് ചെറിയ പാത്രം ആയതുകൊണ്ട് തന്നെ പുറത്ത് പോകുന്നുള്ളൊരു പേടി കൊണ്ട് പയ്യെ ക്ഷമയോടുകൂടി നല്ല വൃത്തിയായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നതിൽ കൂടെ നമുക്ക് ചെറിയൊരു പണി കിട്ടി. അപ്പോൾ നമ്മൾ നേരെ ആ പണിക്ക് പോയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ കറിയൊക്കെ നന്നായിട്ട് വെന്ത് വരാൻ തുടങ്ങി കേട്ടോ. നല്ല വെള്ളം ഒഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് ചിക്കൻ്റെ ആ വെള്ളം ഇറങ്ങി വന്നിട്ട് അതിൽ കിടന്നങ്ങ് നന്നായിട്ടാണ് വെന്തിട്ടുണ്ട്. സംഭവം ഉണ്ടാവും ഉഷാറുമാണോ, നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി നല്ല ചുട്ടുപ്പുള്ള കറി. തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ചിക്കൻ കുമ്പളങ്ങക്കറി, അതായത് കുമ്പളങ്ങയും കോഴിയും കുമ്പളങ്ങയും പറയും. അവിടെ കുമ്പളങ്ങക്കറിക്കുള്ള തയ്യാറെടുപ്പുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ചിക്കൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ വരട്ടി ചിക്കൻ റെഡിയാണ്. അപ്പോൾ നമ്മുടെ കോഴിയും കുമ്പളങ്ങിൻ്റെ പരിപാടിയാണ്. അതിൽ നല്ല മല്ലിപ്പൊടിയും നമ്മൾ ആദ്യത്തെ പോലെ തന്നെ ഉള്ളി വെളുത്തുള്ളി എല്ലാം കൂടി നന്നായി വാട്ടിയെടുത്തതിന് ശേഷം അതിലോട്ട് നല്ല മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് മല്ലിപ്പൊടി നന്നായി ഇങ്ങോട്ട് മൂപ്പിക്കണം കേട്ടോ. നമ്മുടെ മല്ലിപ്പൊടി ഏകദേശം നന്നായിട്ട് അവിടെ ചുരുണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത മെയിനായിട്ട് നല്ല മുളക് പൊടി, നല്ല അടിപൊളി മുളക് പൊടിയും കുറച്ച് അങ്ങോട്ട് തട്ടി കൊടുത്തിട്ടുണ്ട്. മുളക് എരിവ് ഉണ്ടെങ്കിൽ ഈ കറിക്കൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ കുമ്പളങ്ങി ഇറച്ചും കൊള്ളില്ല. നല്ല പോലെ ചൊടുപ്പുണ്ടെങ്കിലാണ് കറി ഉഷാറാവുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി അത്യാവശ്യം മുളക് പൊടി നമ്മൾ തട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം നല്ല പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് അങ്ങോട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുള്ള പരിപാടികളാണ്. നമ്മുടെ കുമ്പളങ്ങ ഇറച്ചിക്കുള്ള മസാല നല്ലപോലെ ചുരുട്ടി വന്നിട്ട് കേട്ടോ. നമ്മുടെ മുളകും മല്ലിയും എല്ലാം കൂടി കിടന്നിട്ട് നല്ല മസാലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് നമ്മൾ കോഴിയിറച്ചി ഇട്ട് കൊടുക്കും. കോഴിയിറച്ചി ഇടുമ്പോൾ നമ്മൾ മെയിനായിട്ട് നല്ല എല്ലുള്ള പീസാണ് ഇതിന് ഇട്ട് കൊടുക്കുക. നമ്മൾ കറിക്ക് വെട്ടുമ്പോൾ അതിനുള്ള എല്ലുള്ള പീസുകൾ മാറ്റി എടുത്തിട്ട് അത് നമ്മുടെ കുമ്പളങ്ങ ഇറച്ചിക്ക് ഇട്ട് കൊടുക്കും. കുറച്ച് പീസേ ഇടുള്ളൂ, കാരണം കോഴിയുടെ ഒരു ടേസ്റ്റ് മാത്രം വന്നാൽ മതി. ബാക്കിയൊക്കെ നമ്മുടെ കുമ്പളങ്ങിയും ഉരുളക്കിഴങ്ങൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അതിനുശേഷം ഇതാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് ആദ്യം തട്ടിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ഈ മസാലയും ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് ചുരുട്ടിയെടുക്കണം. പിന്നെ കുറച്ച് കുമ്പളങ്ങ ഇടണം കേട്ടോ. അപ്പോൾ കുമ്പളങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുമ്പളങ്ങയും കൊണ്ടും തട്ടിയിട്ട് ഇതൊക്കെ കൂടി ചുരുട്ടി അങ്ങോട്ട് എടുത്താണ്ടല്ലോ, സംഭവം വേറെയാണ്. നമ്മുടെ ചട്ടി നിറഞ്ഞു. അപ്പോൾ നമ്മൾ പയ്യെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ മറിച്ച് കൊടുക്കണം. അപ്പോൾ ഈ വെള്ളമൊന്നും ഒഴിക്കാതെ ഈ ചെറിയ എണ്ണയിൽ ഈ മസാലയൊക്കെ കൂടി നന്നായിട്ട് അങ്ങോട്ട് ചുരുണ്ട് വന്നു. അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. പെട്ടെന്ന് ആരും കൊണ്ട് വെള്ളമൊന്നും ഒഴിച്ച് ഇത് കുളമാക്കരുത്. അപ്പോൾ ഇത്തിരി ക്ഷമ എടുത്തിട്ട്, ചിലപ്പോൾ അടിപ്പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്തിരി ക്ഷമ എടുത്ത് ഇതുപോലെ പയ്യെ അങ്ങോട്ട് മറിച്ച് അങ്ങോട്ട് ഇളക്കണം. ആഹാ, അറിയാനൊന്നുമില്ല. 4 ആദ്യം പിടിക്കാൻ നടുമുളക്കണം. എന്തൊക്കെ വെറൈറ്റി ഫുഡ് കിട്ടില്ല, കുറച്ച് കുമ്പളങ്ങ ചാറ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. പാലക്കാടിൽ മെയിനായിട്ട് നമ്മൾ പറയാറുണ്ട് കല്യാണ വീടുകളുടെ തലേന്ന് ഇതുപോലത്തെ കുമ്പളങ്ങ ഇറച്ചിയും കിട്ടും. സംഭവം വേറെ തന്നെ ലെവലാട്ടോ അത്. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങയ്ക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി സെറ്റാക്കിയിട്ട് നമ്മളൊരു കലത്തിലോട്ട് മാറ്റി, കാരണം അതിൽ വെള്ളം ഒഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു കലത്തിലോട്ട് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. നന്നായി തിളച്ച് വരണം. അപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് തേങ്ങ അരച്ചങ്ങോട്ട് ഒഴിക്കണം കേട്ടോ. തേങ്ങ അരച്ചുകൊണ്ട് ഒഴിച്ച് കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാവും. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ ഇറച്ചി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ നാടൻ കോഴി, പൂജയ്ക്ക് നമ്മൾ ബലി കൊടുക്കുന്ന കോഴിയാണ്. ബലി കൊടുത്തതിന് ശേഷം അതിനെ കറി വയ്ക്കും. അത് ഒരിക്കലും മസാലകൾ, അതായത് നമ്മുടെ
ഗരം മസാലയോ അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനത്തെ ഒരു ഐറ്റം ഇടില്ല. കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ തേങ്ങാക്കൊത്ത്, ഉപ്പ്, ഇത് മാത്രം ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കുന്നതാണ്. നല്ല അടിപൊളിയായിട്ട് ചുട്ട് കരിച്ചെടുത്ത കോഴിയാണ്. അതുകൊണ്ട് തന്നെ പകുതി വേവൊക്കെ നേരത്തെ കഴിഞ്ഞു. അതിനുശേഷം നന്നായിട്ട് നമ്മൾ വെട്ടി കഷ്ണമാക്കിയിട്ട് ഇതുപോലെ ഇട്ട് അങ്ങോട്ട് വേവിക്കും. ഒരു ഉരുളി വെള്ളം അങ്ങോട്ട് വെക്കും. ഈ വെള്ളം വറ്റുന്ന വരെ അങ്ങോട്ട് വേവിച്ച് കഴിഞ്ഞാൽ സംഭവം ഉഷാറായിട്ട് വരുന്നുണ്ടോ. ടേസ്റ്റ് നോക്കുകയോ ഉപ്പ് നോക്കുകയോ ഒന്നും ചെയ്യില്ല. കാരണം അത് ദൈവത്തിന് കൊടുത്തതിന് ശേഷം നമ്മൾ കഴിക്കുക. അങ്ങനെയൊക്കെയാണ് ഐതിഹ്യം. അപ്പോൾ അവസാനം കുറച്ച് നാളികേരത്തിൻ്റെ ഓയിൽ, അതായത് നമ്മുടെ വെളിച്ചെണ്ണ മാത്രമാണ് ഇതിൽ വേറെ ആയിട്ട് ചേർക്കുന്നുള്ളൂ. അപ്പോൾ നല്ല വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ സംഭവം ഉഷാറായി. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇറക്കി വെച്ചതിന് ശേഷം പൂജയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി ഒന്ന് ഫുഡ് കഴിക്കണം. അതൊക്കെയാണ് ഐതിഹ്യം. നമ്മുടെ നാടൻ കോഴിയുടെ ഒറിജിനൽ ഫ്ലേവർ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ കറി. കാരണം നമ്മുടെ ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാരണവന്മാരാണ്. നമ്മുടെ കാരണവന്മാർ ഇങ്ങനെയാണ് ഇത് കഴിച്ചുകൊണ്ടിരുന്നതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവർക്ക് മസാല കാര്യങ്ങളൊന്നും ഇടാതെയാണ് അവർ കഴിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ അവരുടെ രീതിയിൽ തന്നെ, അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യാതൊരു മസാല ഇതിൽ ചേർക്കാത്തത് കേട്ടോ. അപ്പോൾ നല്ലോണം ഒരു ചട്ടി വെള്ളത്തിൽ നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കുക. നല്ല ഉപ്പും മുളകും മല്ലിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പരിപാടി. കുറച്ച് നെയ്തിച്ചോറൊക്കെ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ചിക്കൻ കറി, 2 ഇലയൊക്കെ ഇട്ട് നമ്മുടെ ദൈവങ്ങളെ, ഗുരുകാരണന്മാരിനെയൊക്കെ ആണ് ഇവിടുത്തെ പരിപാടികൾ. അപ്പോൾ അവർക്കൊക്കെ നെയ്തിച്ചു കൊടുത്തിട്ട് നമ്മളെല്ലാവരും കൂടി ഇരുന്നത് കഴിക്കും. അതൊക്കെ തന്നെയാണ് പരിപാടി. ദൈവത്തിൻ്റെ പേരിലാണെങ്കിലും എല്ലാവരും കൂടി ഇതുപോലെ ഒന്നിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ചിലപ്പോൾ പല ഭാഗത്തും പല രീതിയിൽ പല ഇഷ്ടങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും നമ്മളെല്ലാവരും. അപ്പോൾ എല്ലാവരും കൂടി വർഷത്തിൽ ഒരിക്കലെങ്കിലും ദൈവത്തിൻ്റെ പേരിലെങ്കിലും ഒന്നിക്കട്ടെ. അതിന് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനത്തെ ആചാരങ്ങൾ മുൻപേ തുടങ്ങി വെച്ചത്. അപ്പോൾ ഇപ്പോഴും നമ്മളത് കറക്റ്റായിട്ട് നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇതിന് വേറെ അന്ധമായ വിശ്വാസങ്ങളൊന്നുമില്ല. എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന ഒരു ഫുഡ് കഴിക്കൽ, അല്ലെങ്കിൽ എല്ലാവരും കൂടി എല്ലാവരുടെ കാര്യങ്ങളും പറഞ്ഞിരിക്കുക, അതിന് ദൈവം ഒരു കാരണമാവുന്നു, അത്രേ നമ്മളും കാണുന്നുള്ളൂ. മുൻപ് കാലങ്ങൾ പറഞ്ഞാൽ നമ്മുടെ ഇടവപ്പാതിയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൃഷിപ്പണി അങ്ങോട്ട് തുടങ്ങാൻ പോകണം. അപ്പോൾ കൃഷിപ്പണിയൊക്കെ അങ്ങോട്ട് തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ദൈവങ്ങളുടെയൊക്കെ അനുഗ്രഹം നമ്മൾ മേടിക്കുന്നു. നമ്മൾ അടുത്ത കൃഷി നല്ല രീതിക്ക് വരാൻ വേണ്ടി അവരോട് പ്രാർത്ഥിച്ച് നല്ല അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് നമ്മൾ ആ കൃഷിയൊക്കെ നല്ല രീതിക്ക് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം മുൻപ് കാലങ്ങളിൽ ഇത് ഇടവ മാസത്തിൽ നടത്തി വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നമ്മൾ അതേ രീതിയിൽ തന്നെ ഇത് ഇപ്പോൾ 2-3 കൊല്ലമായി 3-4 കൊല്ലമായിട്ട് നമ്മൾ നടത്തുന്നുള്ളൂ കേട്ടോ. അതിന് മുൻപൊക്കെ 8 വീണ് കിടന്നായിരുന്നു. അപ്പോൾ 3-4 കൊല്ലമായിട്ട് നമ്മൾ നല്ല വൃത്തിയായിട്ട് തന്നെ അത് നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഒത്തുകൂടിയിരിക്കലും അതൊക്കെ കൂടി ഒരു രസമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അകത്താണ് നമ്മൾ ഫുഡ് കഴിക്കൽ. അപ്പോൾ നല്ല പച്ചരിച്ചോറാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം. പച്ചരിച്ചോറും ഈ നാടൻ കോഴിക്കറിയും. അപ്പോൾ അതെല്ലാവർക്കും വിളമ്പി കൊടുത്ത് എല്ലാവരും കൂടി ഇരുന്ന് നല്ല അടിപൊളിയായിട്ട് കഴിക്കണം. അതായത് ഇപ്പോൾ ഒരു 3-3:30-4 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും വൈകിയാൽ നമുക്ക് ഫുഡ് കിട്ടുള്ളൂ. അപ്പോൾ നല്ല ചൂട് പാർന്ന പച്ചരിച്ചോറാണ് ആദ്യം തന്നെ വിളമ്പിരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് നല്ല കോഴിക്കറി, നാടൻ കോഴിക്കറിയൊക്കെ ഒഴിച്ചിട്ട് ആ തേങ്ങാക്കൊത്തും, തേങ്ങാക്കൊത്തും ആ നാടൻ എല്ലാം ഉണ്ടാവുള്ളൂ നാടൻ കോഴിയിൽ. പക്ഷെ അതിൻ്റെ ടേസ്റ്റ് ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ കൂടി അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടല്ലോ. സംഭവം ഉഷാറ് തന്നെയാണ്. എന്താ വെച്ചാലും അടിപൊളി സാധനമാണ് ഇതെല്ലാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ കൊച്ചി വീഡിയോ. കാരണന്മാർ മനസ്സിലുള്ള പോലെ തന്നെ നല്ലൊരു കൃഷിക്കാലം നന്നായി വരട്ടെ. നല്ല അടിപൊളിയായിട്ട് മഞ്ചയൊക്കെ ഞാൻ കൊണ്ടിരിക്കുകയായിരിക്കണം. രാവിലെ കഴിക്കാൻ അപ്പോൾ ഓട്ടത്തിൻ്റെ ഇടയിൽ നല്ല വിശപ്പുണ്ട്. ഇറച്ചി നല്ല ചിക്കൻ കറി കൂടി ഒരു പിടി അങ്ങോട്ട് പിടിക്കട്ടെ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കൊച്ചി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല കിടിലൻ വീഡിയോ വീണ്ടും കാണാം.